പേയ്മെൻറ്റ് കുറയും. ഇപ്പോൾ ഞാൻ പറയാം 3000 കിട്ടേണ്ടത് 1600 അല്ലെങ്കിൽ 1700 കിട്ടുന്നുള്ളൂ. പക്ഷേ ഊബർ ടാക്സി ഓടുന്ന ഒരു ഡ്രൈവറും പേയ്മെൻറ്റ് കിട്ടാതെ പോകുന്നില്ല എന്നുള്ളതാണ്. പേയ്മെൻറ്റ് കിട്ടാതെ പോകുന്ന വെച്ചാൽ നല്ല പേയ്മെൻറ്റ് മിനിമം കൊച്ചിയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 6000 ഊബർ ടാക്സി ഡ്രൈവേഴ്സ്മാർ മാത്രം ഉണ്ടെന്നാണ് ആലോചിക്കുക. ഓക്കെ, അത്ര തന്നെ മിനിമം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇത്രയും പേരും മിനിമം ആയിട്ട് ഓടിയാൽ പോലും മിനിമം ഒരു ദിവസം 2000, 2500, ചിലപ്പോൾ അത് 3000 വരെയും റേറ്റ് കിട്ടുന്നവരുണ്ട്. അതായത് മൊത്തം ഒരു ദിവസത്തെ ഓട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഊബർ ടാക്സി ആണെങ്കിൽ കൂടി വന്നാൽ അവരും 10, 12, 14 മണിക്കൂർ വരെ മറ്റൊക്കെ ഓടാൻ പറ്റുള്ളൂ, സമ്മതിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ അവനൊരു മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒരു 1000 രൂപ മാത്രമാണ് ഒരു ദിവസം അവന് കിട്ടുന്നെങ്കിൽ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ അവൻ 30 ദിവസം ഓടിക്കഴിഞ്ഞാൽ 30,000 രൂപ കിട്ടും. ഓക്കെ, അത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഊബർ ടാക്സിയിൽ അവർ ചാർജ് കുറച്ചാണ് ഓടുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഓടുന്നെങ്കിൽ പോലും അവർ ഓടുന്ന ഡ്രൈവർക്ക് മിനിമം ഒരു 1000 രൂപയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 1000 രൂപ ഇൻറ്റു 30 ദിവസമാകുമ്പോൾ എത്രയായി? 30,000 രൂപ. അപ്പോൾ അത് സിമ്പിളായിട്ടൊരു കാര്യമാണോ? അല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഊബർ ഓടുന്ന എല്ലാ ഡ്രൈവർമാരും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഡ്രൈവറെ കുറ്റപ്പെടുത്തിയോ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ഊബർ ഡ്രൈവർ ഓടുന്നവർ അധ്വാനിക്കണം. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര സമയമാണ്? 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ അധ്വാനിച്ചാൽ ഊബർ അവർക്ക് ഓട്ടം കൊടുക്കും. ആ ഓട്ടം ഓടിയാൽ അവർക്ക് ഒരു ദിവസം മിനിമം ഞാൻ പറയുന്നത് 2000, 3000 രൂപയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ പലതും സെർച്ച് ചെയ്ത് നോക്കിയാൽ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഏണിങ് അവർ തന്നെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ അറിയാം. അതുപോലെ നമ്മുടെ പല സുഹൃത്തുക്കളും ഉണ്ട് കേരളത്തിൽ ഊബർ ഓടുന്നവരും. അപ്പം ബേസിക്കലി അവരതിൻ്റെ അത് ഹാപ്പിയാണ്. ഓക്കെ, ഇനി ഹാപ്പി അല്ലാത്ത ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ടാക്സിക്കാരാണ്. അവർ എന്തുകൊണ്ട് ഹാപ്പി അല്ല എന്ന് വെച്ചാൽ അവർ രാവിലെ അവരുടെ ടാക്സി ഇടുന്ന സ്ഥലത്ത് വരും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചുമ്മാ നേരം പോക്കിന് സംസാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അവർക്കൊരു ഓട്ടം കിട്ടും. ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഓരോ ഓട്ടം കിട്ടുന്നത്. ആ ഓരോ ഓട്ടം ഈ പറഞ്ഞ പോലെ അവന് 3000 രൂപ കിട്ടുന്നതെന്ന് കൂട്ടിക്കും. അപ്പം ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ വെറുതെ ഇരിക്കുന്നു, 3000 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവന് ഹാപ്പിയാണ്. എനിക്ക് ഉച്ച കഴിഞ്ഞ് രാത്രി വരെ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടം മതി, അപ്പോൾ 2 ഓട്ടമായി. അപ്പോൾ അങ്ങനെ ഒരു 3000 കിട്ടിയാൽ 3000 രൂപ 6000 രൂപയായി. ഓക്കെ, അപ്പോൾ അങ്ങനെ 6000 രൂപ കിട്ടുന്നവൻ ഈ യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം 2 ഓട്ടോ ഓടുന്നുള്ളൂ, പക്ഷെ എനിക്ക് 6000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ നേരെ യൂബറിലേക്ക് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാൽ കിട്ടുന്ന ഇത്രയും